ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിന്റെ 7-ാം ദിവസമായി ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദവാക്യം റോമർ 12:10-21 വാക്യങ്ങൾ ആസ്പദമാക്കി സഹോദര പ്രീതിയിലുള്ള സംഘയാത്ര. യേശുക്രിസ്തുവിലൂടെ നിറവേറപ്പെട്ട ദൈവിക രക്ഷാ പദ്ധതിയെ തികച്ചും ക്രമീകൃതമായി വിശദീകരിച്ചു തരുന്ന എഴുത്താണ് റോമാലേഖനം. കാൽവരി യാഗത്താൽ യേശു നിർവഹിച്ച രക്ഷണ്യ പ്രവൃത്തിയുടെ പ്രായോഗിക മാനങ്ങൾ ഈ വേദഭാഗത്ത് വിശദീകരിച്ചിരിക്കുന്നു. വിശ്വാസികൾ അവരുടെ ആത്മീയ ചര്യകളിലൂടെ തങ്ങൾ അനുഭവിക്കുന്ന രക്ഷയെ പ്രകടമാക്കേണ്ടതുണ്ട്. സദാകാലത്തും അർത്ഥപൂർണമായ കാൽവരി യാത്ര അങ്ങനെയാണ് വിശ്വാസി നടത്തേണ്ടത്. ആ യാത്ര സഹോദര പ്രീതിയുടേതാണ്. ബുദ്ധിയുള്ള ആരാധനയായി ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗങ്ങളാക്കി സമർപ്പിക്കുന്നതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ വേദഭാഗത്തിന്റെ മുഖവിൽ പ്രസ്താവിക്കുന്നത്. ആത്മാവിൽ എരിവുള്ളവരായി തീർന്നാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. മനസ്സിന്റെ ഉണർവിനെ സൂക്ഷിക്കുവാൻ ഈ ജ്വലനം ആവശ്യമാണ്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുന്നതിന് കഴിയണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാവുകയാണ് ആവശ്യം. അത് ദാസരൂപമെടുത്ത് മനുഷ്യനായി തീർന്ന യേശുവിന്റെ ഭാവമാണ്. വിശ്വാസികളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവിന്റെ ജ്വലനം യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നതാണ്. കേവലം വൈകാരികമായ ചില പ്രകടനങ്ങൾ അല്ല. സാഹോദര്യത്വത്തിന്റെ പ്രായോഗികതയാണ് ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ഉരകല്ല്. യേശുക്രിസ്തുവിന്റെ സഹോദരങ്ങളാക്കി നമ്മെ തീർത്ത ദൈവത്തിന്റെ മനസ്സലിവിനെ പ്രായോഗികമാക്കുവാൻ ക്രൈസ്തവ സമൂഹം വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ സഹോദരങ്ങൾ എന്ന നിലയിൽ നാം ദൈവിക പിതൃത്വം ആഘോഷിക്കുന്നവരാണ്. പ്രത്യാശയാണ് ക്രൈസ്തവ സന്തോഷത്തിന്റെ കാരണമെന്ന് ഈ വചനം ഓർമ്മിപ്പിക്കുന്നു. ഹൃദയങ്ങളിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം അനുഭവിക്കുന്നവർ ഭംഗം വരാത്ത പ്രത്യാശയുടെ ഓഹരിക്കാരാണ്. സന്തോഷങ്ങളെ ഹനിച്ചു കളയാവുന്ന കഷ്ടതകളുടെ ഞെരുക്കങ്ങളിൽ നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ്സിനെ കുറിച്ച് വിശ്വാസി പ്രത്യാശയുള്ളവനാണ്. അതുകൊണ്ട് സഹിഷ്ണുതയോടെ കഷ്ടതകളിൽ കൂടെ കടന്നു പോകാൻ വിശ്വാസിക്ക് കഴിയും. ലോകത്തെ ജയിച്ചവന്റെ വിജയത്തിൽ പങ്കാളികളാകാൻ വാഗ്ദത്തമുണ്ടല്ലോ. പ്രാർത്ഥനയിൽ ഇട്ടിരിക്കുന്നതിലൂടെയാണ് ഈ പ്രത്യാശയിൽ നിലനിൽക്കാൻ കഴിയുന്നത്. പ്രാർത്ഥന കേവലം ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന മുഖാന്തരമല്ല, ദൈവ സ്വഭാവത്തിലേക്ക് വളരുന്ന സന്ദർഭമാണ്. അത് ജീവിതത്തിന്റെ കഠിന സന്ദർഭങ്ങളിലേക്ക് മാത്രമുള്ളതല്ല, സുഖ സന്ദർഭങ്ങളിലും വിഘ്നം കൂടാതെ തുടരേണ്ട അഭ്യാസമാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യുവാനും അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നു. കഷ്ട സന്ദർഭങ്ങൾ അല്ല, സ്തോത്രം ചെയ്യപ്പെടാത്ത അനുഗ്രഹ സന്ദർഭങ്ങളാണ് വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുന്നത്. നിരന്തരമായ പ്രാർത്ഥനയും ദൈവിക സംസർഗവും ഒരു വ്യക്തിയിൽ രൂപപ്പെടുത്തുന്ന ഉന്നത ധാർമ്മികതയാണ് സഹോദര പ്രീതിയുടെ വിപ്ലവകരമായ മാനം. ക്രൈസ്തവ വിശ്വാസി ഒരിക്കലും തങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ഉന്നത ധാർമ്മികതയിൽ നിന്ന് നിബന്ധിച്ചുകൂടാ. ദൈവം മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും യോഗ്യമായത് മുൻകരുതുന്നവരാണ് വിശ്വാസികൾ. യോഗ്യമായത് എന്ന പദത്തിന് വിപ്ലവകരമായ മാനങ്ങൾ ആണ് ഈ വേദഭാഗം നൽകി തരുന്നത്. പങ്കുവയ്ക്കൽ ക്രൈസ്തവ ധാർമ്മികതയുടെ വലിയ ലക്ഷണമാണ്. സഹവിശ്വാസികൾക്ക് കൂട്ടായ്മ നൽകുക മാത്രമല്ല, അതിഥി സൽക്കാരം ക്രൈസ്തവ ഉത്തരവാദിത്തമാണ്. ഉപദ്രവിക്കുന്നവരെ ശപിക്കാതെ അനുഗ്രഹിക്കുന്ന ശൈലി ഉന്നതമായ ദൈവ അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് കർത്താവിന്റെ നിർദ്ദേശമാണല്ലോ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നതും ക്രൈസ്തവ ചര്യയല്ല. നന്മയാൽ തിന്മയെ ജയിക്കുകയാണ് ആവശ്യം. ദൈവാനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവർ ശപിക്കുന്നവരായല്ല, അനുഗ്രഹിക്കുന്നവരായി ആണ് കാണപ്പെടേണ്ടത്. ചുരുക്കത്തിൽ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ സഹോദര പ്രീതി സങ്കുചിത രക്തബന്ധ സാഹോദര്യത്തിന്റെ അപ്പുറത്തേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. നോമ്പുകാല ദൈവിക സംസർഗങ്ങൾ വർദ്ധിതമായ സഹോദര പ്രീതിക്ക് മുഖാന്തരമായി തീരേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവന്റെ അനുഗ്രഹത്തിന് നാം പാത്രരാകുകയുള്ളൂ. പ്രാർത്ഥനകൾ ഉന്നത ധാർമ്മികയിൽ തന്നെ സൂക്ഷിക്കുന്നതിന് മുഖാന്തരമായി തീരുന്നുണ്ടോ? ദൈവമായ കർത്താവിൽ പ്രാർത്ഥനയുടെ രൂപാന്തരീകരണ ശക്തി എന്നിൽ നിത്യവും വർദ്ധിപ്പിച്ചു തരണം. പ്രാർത്ഥന ദൈവത്തെ സ്വാധീനിക്കാനുള്ള വഴിയായി കാണാതെ ദൈവത്താൽ സ്വാധീനിക്കപ്പെടുന്നതിനുള്ള വഴിയാക്കി തീർത്തു തരണമേ. അങ്ങനെ എൻ്റെ സഹോദര പ്രീതി എനിക്ക് പ്രയോജനം ചെയ്യുന്നവരോട് മാത്രമല്ല, ഉപദ്രവിക്കുന്നവരിലേക്കും കടന്നു കയറുന്ന രൂപാന്തരം എനിക്ക് നൽകണം.